ഞാനപ്പോൾ അവിടെ ചോദിച്ചോട്ടെ, ഇപ്പോൾ നേരത്തെ സിനിമയെ പറ്റി പറഞ്ഞല്ലോ. ഇപ്പോൾ എല്ലാ സിനിമയും തുടങ്ങുന്നതിന് മുമ്പ് ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും 1.5 മിനിറ്റിൻ്റെ സിഗരറ്റ് വലിക്കരുത് എന്നുള്ള ആഡ് പ്ലേസ് ചെയ്യുന്നുണ്ട്. നാർക്കോട്ടിക് ഡ്രഗ്സ് ഉപയോഗിക്കരുത് എന്ന വോയിസ് ഓവർ വരുന്നുണ്ട്. വിമണിനെതിരെയുള്ള അക്രമം പണിഷബിൾ ആണെന്നുള്ള വോയിസ് ഓവറും അതിനുള്ള കാർഡ്സും ഓരോ സീനിലും അത് പ്ലേസ് ചെയ്യുന്നുണ്ട്. ഇതിനപ്പുറത്ത് സിനിമാക്കാരെന്താ ചെയ്യേണ്ടത്? കോമഡി, ജനങ്ങളെ മണ്ടരാക്കുന്ന കോമഡി ഇല്ല. കോമഡി ഒരിക്കൽ നമ്മൾ ഇതിലൊക്കെ വൈറലായത് കോമഡി നിയമങ്ങളെന്ന് പറഞ്ഞിട്ട് ഒരാൾ പറഞ്ഞിരുന്ന സാധനങ്ങൾ. അതായത് കവർ ഉപയോഗിക്കരുത്, എന്നിട്ട് വിൽക്കുന്നത് സീലടിച്ച ഇതിനകത്ത് നമ്മുടെ ചിപ്സും മറ്റ് സാധനങ്ങളും കവറിനകത്താണ് വിൽക്കുന്നത്. അത് വിൽക്കാം, നമ്മളത് ഇട്ടുകൊണ്ട് പോകുന്ന കവറിലാവരുത്. ഇത് ഭയങ്കര വൈറലായ വീഡിയോ അല്ലേ. പുള്ളി പറഞ്ഞ അത് കോമഡി നിയമങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് കാറിൽ, അതായത് ഓൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം ടാക്സും കൊടുത്ത് നമുക്ക് വാങ്ങാം, പക്ഷേ അത് ഒട്ടിച്ചുകൊണ്ട് പോകരുത്. ഇവിടുന്ന് പൈസ എടുത്ത് മദ്യപിക്കാം. ഈ മദ്യപിച്ചോട്ട് പോകുമ്പോൾ പോലീസ് അവിടെ നിന്ന് മാറി പിടിക്കും. എന്ത് ഇരട്ടത്താപ്പാണ് ഇവിടെ നടക്കുന്നത്? അപ്പോൾ അതുപോലെ തന്നെ ഇതൊക്കെ ഒരു പേരിന് വേണ്ടിയിട്ട് ഇവിടെ ജനങ്ങളെ മണ്ടരാക്കുന്ന സാധനമാണ്. സിഗരറ്റ് വലിക്കരുതെന്ന് പറഞ്ഞിട്ട് സിഗരറ്റ് അതിൽ കാണിച്ചു കഴിഞ്ഞാൽ അത് മണ്ടത്തരമാണ്. ആ കഥാപാത്രം സിഗരറ്റ് വലിച്ചേ പറ്റൂ, അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. ആദ്യം അത് മനസ്സിലാക്കുക. ചിലർ ആ കഥാപാത്രം അങ്ങനെ ചെയ്താലേ ആ സിനിമയ്ക്ക് പെർഫെക്ഷൻ ഉള്ളത്, അങ്ങനെ എല്ലാ സിനിമകളിലും ഇത് തന്നെയാണ്, സിഗരറ്റ് വലിക്കുന്ന സാധനമാണ്, അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. കുറേയൊക്കെ മറ്റേ സിനിമാക്കാർ പറയുന്നത്, അല്ലെങ്കിൽ വലിയ വിജയിച്ച് നിൽക്കുന്നവർ പറയുന്നതെല്ലാം അത് ശരിയാണെന്നുള്ള ആദ്യത്തെ മണ്ടത്തരമായിട്ടുള്ള തെറ്റായ ഒരു കോൺസെപ്റ്റിനെ മാറ്റുക എന്നുള്ളതാണ്. ഞാനോട് ഇടപെട്ടോട്ടെ. ഇപ്പം നോ സ്മോക്കിംഗ് എന്ന് പറഞ്ഞാൽ അനുരാഗ് ഒരു സിനിമയുണ്ട്. ജോൺ എബ്രഹാമാണ് അതിൽ നായകൻ. അപ്പം അതൊരു ഫാൻറ്റസി സിനിമയാണ്. അപ്പം അതിനകത്ത് ആ പ്രധാന കഥാപാത്രം സിഗരറ്റ് വലി നിർത്താൻ ദൈവത്തെ പോലെ ഒരാൾ വന്ന് ഹെൽപ്പ് ചെയ്യുകയും സിഗരറ്റ് വലിക്കെതിരെ അയാളൊരു ചാലഞ്ച് ദൈവം വെക്കുന്നതാണ് എൻ്റെ കോൺസെപ്റ്റ്. അവിടെ കഥാപാത്രം സിഗരറ്റ് വലിച്ചല്ലേ പറ്റൂ? അല്ല, ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. അപ്പോഴും ഞാൻ പറഞ്ഞു നേരത്തെ, എല്ലാ സിനിമകളിലും അത് കാണിക്കുന്നുണ്ടെന്നുള്ളതാണ് പറയുന്നത്. മിക്ക സിനിമകളിൽ എഴുതിയിട്ട് സിഗരറ്റ് വലി ചുമ്മാ ഒരു ഫാഷന് വേണ്ടിയിട്ട് അങ്ങനെ അതല്ല. നിങ്ങളിപ്പോൾ പറഞ്ഞ സിനിമയിൽ അത് ആവശ്യമാണ്, അത് ജനത്തിന് ഗുണം ചെയ്യുന്ന രീതിയിലൊരു സിനിമയാണ് ഈ പറഞ്ഞ ജോണറാണെങ്കിൽ. മനസ്സിലായി? ഇപ്പം നിങ്ങൾ പറഞ്ഞ നോ സ്മോക്കിംഗ് എന്ന സിനിമ ഒരാളെ സിഗരറ്റ് വലി എങ്ങനെ നിർത്താമെന്ന് പ്രേരിപ്പിക്കുന്ന ഒരു സിനിമയാണ്. അത് ജനങ്ങൾ ഗുണമേ ചെയ്യുള്ളൂ, ഇല്ലേ? അല്ല, ഞാൻ പറഞ്ഞത് ഇവിടെ മൊത്തത്തിൽ ആ ഒരു പേര് പറഞ്ഞ് ഒരു നല്ല സാധനത്തെ പറഞ്ഞിട്ട് ബാക്കി എല്ലാത്തിലും അതിൻ്റെ പേരിൽ നടമാടുന്ന കുറച്ച് വിക്രിയകളുണ്ടല്ലോ, അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ എപ്പോഴും ഈ കോളേജ് പ്രോഗ്രാംസും ഈ യൂത്തൊക്കെ ആയിട്ട് അടുത്ത് നിൽക്കുന്ന രീതിയിൽ ഇപ്പോഴത്തെ ജനറേഷനും അല്ലെങ്കിൽ ഫിറോസിൻ്റെ യൗവനകാലവും തമ്മിലുള്ള പ്രധാന വ്യത്യാസമായിട്ട് എന്താ തോന്നുന്നത്? ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുന്നത് ബന്ധങ്ങൾക്ക് വാല്യൂ വളരെ കുറവാണ്. നല്ല സുഹൃത്തുക്കൾ, പരസ്പര സുഹൃത്തുക്കൾ എല്ലാം ഈ പറഞ്ഞ കണക്ക് ഡിജിറ്റൽ മീഡിയയുമായി കണക്റ്റഡാണ് എല്ലാവരും. അപ്പോൾ ബന്ധങ്ങൾക്ക് വാല്യൂ ഇല്ല. ഫിസിക്കൽ, പണ്ടെന്നൊക്കെ പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഗെയിം എന്ന് പറയുന്ന കൂട്ടുകാരെല്ലാം കൂടെ ഒത്തുകൂടിയിട്ട് ക്രിക്കറ്റ് കളിക്കാനായിട്ട് പോകുന്നതും ഫുട്ബോൾ കളിക്കാൻ പോകുന്നതും അവിടെയൊക്കെ ഒരു ബന്ധങ്ങളുടെ ഉടലെടുപ്പുണ്ട്. ഫിസിക്കൽ ഗെയിമിലുപരി നമുക്ക് ഒരു കണക്ഷനുണ്ട് സുഹൃത്തുക്കളുമായിട്ട്. ഇന്നതില്ല. ഇന്ന് എങ്ങനെയാണ് ഒരു ഫിസിക്കൽ ഗെയിം ഉണ്ടോ ഇന്ന്? വേണ്ട വിധം പണ്ട് നമ്മൾ കളിച്ചതുപോലെയുള്ളൊരു ഫിസിക്കൽ ഗെയിമുകൾ ഇപ്പോഴുണ്ട്. ഇപ്പോൾ എല്ലാം കമ്പ്യൂട്ടറുമായിട്ടും മൊബൈലുകളുമായിട്ട് കണക്റ്റഡാണ്. അപ്പോൾ ബന്ധങ്ങൾക്ക് വാല്യൂ ഇല്ല. അച്ഛനും അമ്മയുമായിട്ട് വാല്യൂ ഇല്ല. എല്ലാവരും ഇതാണ്, മൊബൈലുമായിട്ട് ഓരോ സൈഡിലങ്ങ് ഇരിക്കുകയാണ്. ഇന്ന് കൂട്ടായ്മയിൽ ഒരു ടേബിളിൽ വന്നിട്ട് എല്ലാവരും, ഇത് ഞാൻ പറയുന്നത് 100% ആൾക്കാരുടെ കാര്യമല്ല ഈ പറയുന്നത്, എങ്കിലും മെജോറിറ്റി പീപ്പിൾസിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ ഒരു ടേബിളിന് ചുറ്റുമിരുന്ന് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നില്ല. ആ ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബന്ധത്തിൻ്റെ ഉണ്ട്. നമ്മുടെ വീട്ടുകാർ, അച്ഛനും അമ്മയും സഹോദരങ്ങളും എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ അന്നത്തെ വിശേഷങ്ങൾ പറഞ്ഞ് ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്നൊരു ബന്ധത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരാളുമായിട്ട് ഐ കോണ്ടാക്ട്സിലും സംസാരിക്കുമ്പോഴുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അയാളോട്ട് ഹൃദയത്തിലേക്ക് കാണാൻ പറ്റുന്നുള്ളത്. പണ്ട് ഉള്ളവർ പറയും കണ്ണകലുമ്പോൾ കൽബകലും എന്നൊരു പറച്ചിലുണ്ട്. കറക്റ്റായ കാര്യമാണ്. ഇന്നതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അച്ഛനെയും അമ്മയെയും വെട്ടിക്കൊല്ലുന്നതും സഹോദരങ്ങളെ തലക്കടിച്ച് കൊല്ലുന്നതിൻ്റെയൊക്കെ കാരണം അതാണ്. ബന്ധങ്ങൾ വേണം. അന്നത്തെ നമ്മുടെ ഓരോ പാട്ടുകൾ കേട്ട് ആസ്വദിച്ച ഓരോ കാര്യങ്ങൾ, അതായത് ഒരു സോങ് കേട്ടാൽ പോലും അതിനകത്ത് ബന്ധങ്ങളുടെ വാല്യൂ കാണിക്കുന്ന പാട്ടുകളാണ്. നമുക്കതറിയാതെ നമ്മളെ കണ്ണ് നിറഞ്ഞു പോകുന്ന പാട്ടുകളുണ്ട്. ഇന്ന് മെജോറിറ്റി നമ്മൾ കേൾക്കുന്ന പാട്ട് എത്രയാണ്? കൊച്ചിയിൽ കായൽ ചാടി അന്ന് നിന്നെ തട്ടൂല, കിറുക്കന്മാർക്ക് പൊക്കിയാൽ പോലും എന്നെ കിട്ടൂല, പിന്നെ അതെനിക്കിപ്പോൾ വേറെ പാട്ട് ജോയൻ്റ് ആണല്ലോ എല്ലാം എന്ന് പറഞ്ഞിട്ട് അങ്ങനൊരു പാട്ട്. അപ്പോൾ ആ പാട്ടുകളിൽ പോലും ഇപ്പോഴത്തെ തലമുറയുടെ സാധനം എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഈ സ്നേഹത്തെയും ബന്ധങ്ങളെയും ഒക്കെ കണക്ട് ചെയ്തിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ വരുമ്പോഴാണ് നന്നാവുന്നത്. സ്നേഹമില്ലാത്തടത്തും കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്തടത്തും ഈ നന്നാവലൊന്നുമില്ല. എങ്ങനെയും തോന്നിയ കണക്ക് മൃഗങ്ങളെ പോലെ ജീവിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ ലഹരിക്കെതിരെ സംസാരിച്ചാലോ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പാട്ടുകൾക്ക് പണ്ടത്തെ പാട്ടുകളുടെ അത്ര ഡെപ്ത് ഇല്ലെന്നോ, അല്ലെങ്കിൽ സിനിമകൾ ഇപ്പോൾ ചിരിക്കാൻ പറ്റുന്ന സിനിമകളില്ലെന്നോ, ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നില്ല ഞാൻ എന്നൊക്കെ പറഞ്ഞാൽ, യൂസ് ചെയ്യുന്നു ഞാൻ, അല്ല ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ ഒരാൾ ഉടനെ തന്തവൈബിലേക്ക് കാറ്റഗറൈസ് ചെയ്യപ്പെടും.
അങ്ങനെ എന്തായാലും തന്തവൈബിന് എന്താ കുഴപ്പം, നല്ലതല്ലേ? അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ്, ഏറ്റവും നല്ല സാധനമാണ് തന്തവൈബ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ? ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ള കാര്യങ്ങളെല്ലാം തന്തവൈബ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട അത്രേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും നല്ല സാധനം എന്ന് പറയുന്നത് തന്തവൈബാണ്. ഫിറോസിനോട് ആളുകൾ പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ യങ് ആയിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഡ്രസ്സിൽ മാത്രമേ ഉള്ളൂ, പക്ഷേ ഉള്ളിനുള്ളിൽ തന്നൊരു തന്തവൈബാണ്. ഒരിക്കലും പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ യൂത്തിൻ്റെ കൂടെ ഭാഗമായിട്ട് ഞാൻ ചെയ്യുന്ന ഇത്തരം കാര്യങ്ങളുള്ളൂ. ഈ നെഗറ്റീവ് ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ പല പോസിറ്റീവ് കാര്യങ്ങളിലും ഞാനുണ്ടല്ലോ. ഇത്തരം കാര്യങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, ബാക്കി എല്ലാത്തിലും ട്രെൻഡിനൊപ്പം തന്നെ നിൽക്കുന്ന ആളാണ് ഞാനും. പഴമ ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന ആളല്ല ഞാൻ. ഞാൻ പറയുന്നത് പഴമയായാലും പുതുമയായാലും ഏതാണോ നല്ലതെന്നുള്ള കാര്യം പറയണം. അല്ല നീ ഡ്രഗ്സ് അടിച്ച് നടക്കും, ഞാൻ ഡ്രഗ്സ് അടിക്കുക എന്ന് പറയുന്നത് പുതുമയാണെങ്കിൽ ആ പുതുമ എനിക്ക് വേണ്ട. ഒരുപാട് സ്റ്റേജുകൾ കവർ ചെയ്യുകയും ഒരുപാട് സ്റ്റേജുകളിൽ ഡാൻസ് ചെയ്യുകയും ഫാഷൻ ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. സ്റ്റേജ് എന്ന് പറയുന്നത് ഫിറോസിന്റെ ജീവിതത്തിലെ ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഘടകമാണ്. തീർച്ചയായിട്ടും ഈ നാൾ വഴികളൊക്കെ എടുത്ത് നോക്കുക. സ്റ്റേജിൽ കൂടി തന്നെയാണ് ഞാൻ തുടക്കത്തിൽ വന്നത്. നമ്മുടെ നാട്ടിലൊക്കെ അന്ന് ഈ ഫെസ്റ്റിവൽസ് ഉണ്ട്, ഓണം അങ്ങനെയുള്ള നമ്മുടെ. അപ്പോൾ ഈ നാട്ടുകളിലൊക്കെ ഈ ക്ലബ്ബുകളിലൊക്കെ എവിടെ ക്ലബ്ബ് കണ്ടാലും ചെറുപ്രായത്തിൽ ടി വിയിലൊക്കെ വരുന്നതിന് മുമ്പുള്ള, അപ്പോൾ എവിടെ ക്ലബ്ബ് കണ്ടാലും പോയി ഡാൻസ് ആയാലും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് കലാപരമായിട്ടുള്ള എല്ലാത്തിലും പോയി പങ്കെടുക്കുകയും ചിലയിടത്ത് വിൻ ചെയ്യും ഒക്കെ ചെയ്യുന്ന ഇതായിരുന്നു. അപ്പോൾ അതാണ് അവിടെ നിന്നാണ് നമ്മുടെ തുടക്കം. പിന്നെയാണ് നമ്മൾ ചാനലിലേക്കൊക്കെ വന്നത്. അപ്പോൾ ഇപ്പോൾ സ്റ്റേജിനെ പറ്റി ഞാൻ ചോദിക്കേണ്ട സാഹചര്യം, ഇപ്പോൾ സ്റ്റേജിൽ ഒരുപാട് പെർഫോം ചെയ്യുന്ന റാപ്പേഴ്സ് ആയിട്ടുള്ള ഡാപ്സി ഉണ്ട്, വേർഡനുണ്ട്. ഇപ്പോൾ ഡാപ്സി ഉണ്ടാക്കുന്ന ചില സ്റ്റേജിൽ കാണിക്കുന്ന ചില പെർഫോമൻസുകൾ കുറച്ചധികം ഓവർഡു ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഉണ്ടാക്കുന്ന ശബ്ദങ്ങൾ കോലാഹലമാണ്. സ്റ്റേജിൽ പലപ്പോഴും പെർഫോം ചെയ്യുന്നത് എന്താ പറയുക, ഓഡിയൻസിനെ മടുപ്പിക്കുന്ന രീതിയിലാണെന്നുള്ള രീതിയിൽ വ്യാപകമായിട്ടുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ആര്യ ഉൾപ്പെടെയുള്ള അവർ അദ്ദേഹത്തിനുള്ള വാല്യൂവിനുള്ള പെർഫോമൻസ് അല്ല അദ്ദേഹം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് കിട്ടുന്നതിനേക്കാൾ ഒരുപാട് അധികം പണം അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. അദ്ദേഹം ആ വിധത്തിലല്ല സ്റ്റേജിനെ ബഹുമാനിക്കുന്നത് എന്നുള്ള അർത്ഥം വരുന്നുണ്ട്. ഇപ്പോൾ വേടൻ ഉൾപ്പെടെ വളരെയധികം ഹൈ ആയിക്കൊണ്ടിട്ട് ഒരു അശ്ലീല പദം ഉപയോഗിക്കുകയാണെങ്കിൽ അത് എത്രയോ ആളുകൾക്ക് ജീവനും ജീവിതവും കൊടുത്തിട്ടുള്ള സ്റ്റേജിനെ അപമാനിക്കുക എന്നുള്ള വിമർശനവുമുണ്ട്. ഈ പ്രകടനങ്ങളിലെ ഇപ്പോഴത്തെ ഈ പുതിയ പ്രസൻറ്റേഷൻ രീതികൾ, അല്ലെങ്കിൽ ആളുകളെ ഉപദേശിക്കുന്ന വിധം, അതിനെ പറ്റിയിട്ടൊക്കെ ഒരു സ്റ്റേജ് പെർഫോമർ എന്നുള്ള രീതിയിൽ ഏകദേശം ഒരു 20 വർഷത്തിനപ്പുറത്തേക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളെന്നുള്ള രീതിയിൽ ഫിറോസ് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇത്തരം ഓഡിയൻസ് എന്ന് പറയുന്നവരെ ശ്രദ്ധിക്കുക. അപ്പം ഈ വേടനെ പോലെ ഉള്ളവരുടെയും ഇവരുടെയൊക്കെ ഓഡിയൻസ് അവർ ഓൾറെഡി എനിക്കറിയില്ല, ഞാൻ കേട്ടിരിക്കുന്നത് അവർ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ട് വന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്. എൻ്റെ പല കോർഡിനേറ്റേഴ്സും നമ്മളോട് കണക്ഷൻ ഉണ്ട് എനിക്ക് പറയുന്നത്. ഞാൻ കാണാത്തൊരു കാര്യം, അത് പൂർണ്ണമായിട്ട് എനിക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല, പക്ഷേ കേട്ടൊരു സംഭവമാണ്. അപ്പോൾ ഇതിന് വരുന്ന ഓഡിയൻസും ഇപ്പം മലബാർ എന്നൊക്കെ പറഞ്ഞത് വളരെ അരോചകമായ സാധനമൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഓഡിയൻസും ആ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരായിരിക്കും. ഒന്ന് ഇതുപോലെ സിന്തറ്റിക് അടിച്ചിട്ട് വന്നൊന്നും ബോധമില്ലാതെ നിൽക്കുന്നവർക്കായിരിക്കും. ബോധത്തോടെ ഇരുന്നൊരു പക്ഷേ ഒരു പരിധി വരെ ഇത് കാണാൻ പറ്റില്ല, മനസ്സിലായി. പിന്നെ ഈ സ്റ്റേജ് ആയാലും എവിടെ ആയാലും ജനങ്ങളോട് കാണിക്കേണ്ട കുറച്ച് ക്വാളിറ്റീസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. സ്റ്റേജിൽ കയറി ഇന്ന് പുഴുത്ത തെറി വിളിക്കുന്നതല്ല ക്വാളിറ്റി. ഇതിൽ പറഞ്ഞ ഒരാൾ കയറുന്നിട്ട് തെറി വിളിക്കുന്നത് ഞാൻ കണ്ടു, അത് ഇതിൽ കണ്ടിരുന്നു, ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ എന്തോ റീലിൽ വന്നപ്പോൾ. അപ്പോൾ അതിനെയൊക്കെ ആ തെറി വിളിച്ചപ്പോൾ ഭയങ്കര കയ്യടി. അപ്പോൾ പിന്നെ ഇവൻ എന്താ ചെയ്യുന്നത്, ഈ ഗായകൻ പിന്നെയും ചെയ്യുന്നത് അതിന് മേലുള്ള തെറി വിളിക്കും. കാരണം ആദ്യം ഒരു തെറി വിളിച്ചപ്പോൾ തന്നെ കയ്യടി കിട്ടിയപ്പോൾ പിന്നെ അവൻ ചെയ്യുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ അവനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നേരത്തെ പറഞ്ഞ പോലെ ബാക്കിയുള്ളവരും ഇത്രയും ഓഡിയൻസും അവന് കൈയടിച്ചവന് പ്രോത്സാഹനമാണ് കൊടുത്തത്. നേരെ മറിച്ച് ആ തെറി വിളിക്കുന്ന സമയത്ത് അവന് അതിനുള്ള മറുപടി കൊടുത്തിരുന്നെങ്കിൽ അവൻ പിന്നെ തെറി വിളിക്കൂ. അപ്പോൾ ഒരാൾ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അങ്ങനെയുള്ള ഓഡിയൻസും ഉണ്ട്. അങ്ങനെ ആണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എത്ര ഗെയിമേഴ്സ് സ്ട്രീമേഴ്സ് ഉണ്ടല്ലോ, എന്തുവാണ് കാണിക്കുന്നത്? ആക്ച്വലി അതൊക്കെ ബാൻ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ലേ കാണിക്കുന്നത്. അപ്പോൾ അതിനും ഓഡിയൻസ് ഉണ്ട്. അവരൊക്കെ ലക്ഷങ്ങളാണ്. അതിലൊരു പയ്യൻ വന്ന് 20 ലക്ഷം രൂപയൊക്കെയാണ് എൻ്റെ ഡെയിലി മന്ത്ലി വരുമാനം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനും ഓഡിയൻസ് ഉണ്ട്. അപ്പോൾ ഓഡിയൻസ് സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇത് വളരും. ഒരു വലിയ വിജയം നേടിയൊരു സിനിമ സംവിധായകനുണ്ട്. അദ്ദേഹം ഒരു സിനിമയെ സംവിധാനം ചെയ്തിട്ടുള്ളൂ. ആ സിനിമ പകുതിക്ക് വെച്ച് അദ്ദേഹത്തിന് സംവിധാനം ചെയ്യാൻ പറ്റാതെ ആ സിനിമയിലെ പ്രധാന നടനാണ് ആ സിനിമ സംവിധാനം ചെയ്തതെന്നും അദ്ദേഹം ഇപ്പോഴും ആ പടത്തിൻ്റെ ആ ഒരു വലിപ്പം ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് പേരെ ചൂഷണം ചെയ്യുന്നു എന്നൊക്കെയുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരുന്നു. ഇത് ഇപ്പോഴും നടക്കുന്നുണ്ടോ? അതായത് ആ അവസ്ഥ മാറിയോ? അതിനെപ്പറ്റി അവെയറാണോ ഫിറോസ്? അല്ല, ഞാൻ അത് പറഞ്ഞ 100% ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഇപ്പോഴീ ഒരു സിനിമയിൽ കുറച്ച് ഹേമ കമ്മിറ്റി സംഭവങ്ങൾ വന്നതിന് ശേഷം ഇത് നടക്കുന്നില്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പോഴും നടക്കുന്നു. ഇതിപ്പോഴും ഒരു ഭാഗികമായി അതിൻ്റേതായ രീതിയിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഒരുപാട് മാറ്റങ്ങൾ വന്നു. പണ്ടത്തത് പോലെ ഒന്നും ഇപ്പോഴേ വിളിച്ചിട്ട് അടുത്ത നിനക്ക് ചാൻസ് ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ കിടക്കണമെന്ന് പറയുന്ന ആ തലങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ടുണ്ട്.
ഇപ്പോൾ വേറെ റൂട്ടുകളാണ് പക്ഷേ അതിന് ഉപയോഗിക്കുന്നത്. ഈ പറഞ്ഞത് കണക്ക് തന്നെ ചില താരങ്ങൾ ഒക്കെ അത് പേര് പറയുന്നില്ല, ചില താരങ്ങൾ ഈ ഡ്രഗ്സ് പോലെയുള്ള വസ്തുക്കൾ നടിമാർക്ക് അങ്ങനെ അതിന് വില്ലിങ്ങായി ഡ്രഗ്സ് ഉപയോഗിക്കുന്ന നടിമാരുണ്ട്. അവർക്ക് ഡ്രഗ്സ് കൊടുക്കുകയും പകരം അവർക്ക് ഫിസിക്കൽ റിലേഷൻ നടത്തുകയും ഒക്കെ ആവശ്യപ്പെടുകയല്ല അത് നടത്തുകയും ചെയ്യുന്ന. കാരണം ഡ്രഗ്സിൻ്റെ ഒരു കേന്ദ്രത്തിലേക്ക് വരെ വിളിച്ചു വരുത്തിയാൽ പിന്നെ ആഫ്റ്റർ ദാറ്റ് അത് കൂടെ അതിനകത്ത് അത് അവരും ബില്ലിങ്ങായിട്ട് വരുന്ന ഒരു ഇതാണ് നമ്മളിപ്പോൾ കാണുന്നത് സൊസൈറ്റിയിൽ. കാരണം ഈ ഡ്രഗ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ MDM ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയൊരു പാക്കറ്റിന് അത്യാവശ്യം വിലയുണ്ട്, 2000-3000 രൂപ ഒക്കെ വിലയുള്ളതുണ്ട്. ഇതിപ്പോൾ എല്ലാവർക്കും ഒന്നും അങ്ങനെ മേടിക്കാൻ പറ്റില്ല പെൺകുട്ടികൾക്ക്. ഇപ്പോൾ ഇവിടെ IT മേഖല, ഇപ്പോൾ എറണാകുളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ IT മേഖല പഠിക്കുന്ന കുട്ടികളുണ്ട്, പിന്നെ അങ്ങനെ ഇവിടെ ചെറിയ ചെറിയ ജോലി ചെയ്യുന്ന പെൺകുട്ടികളുണ്ട്, ആഷ്പൂഷായിട്ട് നടക്കുന്ന. കാരണം എല്ലാവർക്കും സൊസൈറ്റിയിൽ ഭയങ്കര സംഭവമായിട്ട് കാണിക്കണമെന്നുള്ള ഇതൊരു ഇതായി മാറിയ, അതായത് ക്രെഡിറ്റായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പണച്ചാക്ക് പയ്യന്മാരുണ്ട്. പണം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് നടക്കാത്ത പയ്യന്മാർ, ഇങ്ങനെയുള്ള സെലിബ്രിറ്റീസ് രീതിയിലൊക്കെ എന്ന് പറയുന്നത് വീട്ടിന് നാട്ടിന് കൊള്ളാത്ത കുറേ തെണ്ടികളുണ്ട്. ഇവന്മാർ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരം ആൾക്കാരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഈ ഡ്രഗ്സ് കൊടുക്കുകയും ഹൗസ് പാർട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡ്രഗ്സ് കൊടുക്കുകയും അവരെ ഫിസിക്കലി യൂസ് ചെയ്യുകയും. അത് ഈ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോമഡി എന്ന് പറഞ്ഞാൽ ഇത് ഒരു പെണ്ണിന് മാത്രമല്ല ഒതുങ്ങുന്നത്, 3 4 വരെ ഗ്രൂപ്പ് സെക്സ് വരെ നടക്കുന്ന സംഭവമുണ്ട് എറണാകുളത്ത്. അതാണ് ഏറ്റവും നമുക്ക് ദയനീയമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്ന സാധനം. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് വന്നു. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ ഒന്ന് എറണാകുളം എന്നല്ല, ഞാൻ ഇപ്പോൾ എറണാകുളത്ത് താമസിക്കുന്നുണ്ട്, എനിക്ക് ഇവിടുത്തെ കാര്യമാണ് പറയാൻ പറ്റുന്നത്. നിങ്ങൾ ചുമ്മാ ഒന്ന് ഒരു നൈറ്റിലോ ഒരു സന്ധ്യ സമയം കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ഈ കഫേ പോലെയുള്ള കഫ്റ്റീരിയ അങ്ങനെയുള്ള ഇത് അല്ലെങ്കിൽ പബ്ബുകളൊക്കെ ഒന്ന് കറങ്ങി നോക്കെ. പെൺകുട്ടികൾ ഓപ്പണായിട്ട് നിന്ന് അവിടെ സിഗരറ്റ്, നിങ്ങൾ ആ കലൂര് ഭാഗമില്ലേ സ്റ്റേഡിയത്തിൻ്റെയൊക്കെ 4 സൈഡ് ചുമ്മാ ഒന്ന് കറങ്ങി നോക്ക്. അവിടെ സ്റ്റൈലിഷായിട്ട് നിന്നാണ് പെൺകുട്ടികൾ മറ്റേ സിഗരറ്റൊക്കെ ഇങ്ങനെ വലിക്കുന്നത്. അത് കാണിക്കാനും കൂടെ വേണ്ടിയിട്ടാണ്. പണ്ടെന്ന് പറയുന്നത് ഒരു പയ്യന്മാർ പോലും ഒരു ഡിഗ്രി ലെവലൊക്കെ കഴിഞ്ഞാൽ പോലും ഒരു സിഗരറ്റ് വലിച്ചാൽ ആരെയും കാണാതെ നിന്ന് വലിക്കാനാണ് അവർ നോക്കുന്നത്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ +2 പഠിക്കുന്ന പെൺകുട്ടികൾ വരെ വളരെ ഇത് മറ്റുള്ളവർ കാണുമ്പോഴാണ് ഇവർക്കൊരു അന്തസ് എന്ന രീതിയിലാണ് ഇത് വലിക്കുന്നത്. സിഗരറ്റ് മാത്രമല്ല, സിഗരറ്റൊക്കെ ഇപ്പോൾ പഴഞ്ചൻ സ്റ്റൈലായി. ഇപ്പോൾ അതൊക്കെ മേലെയാണ്. കഞ്ചാവും പോയെന്ന് തോന്നുന്നു. ഇപ്പോൾ കൊക്കൈൻ മറ്റൊരു തലത്തിലേക്ക് പോയി. സൊസൈറ്റി ആ രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. ഈ 50% തെറ്റുകൊണ്ട് 50% ശരിയുണ്ട് ഞാൻ ചെയ്തതിലെന്ന് പറഞ്ഞല്ലോ ഇത്തിരി മുമ്പ്. അല്ല, ശരിയും തെറ്റ് അങ്ങനെയല്ല. 50% ഞാൻ ചെയ്ത ശരിയും 80% തെറ്റും 50% തെറ്റുമെന്നുള്ള കാര്യമല്ല. എല്ലാ മനുഷ്യർക്കും തെറ്റും ശരിയും കൂടിയാണ് കടന്നു പോകുന്നത്. മറ്റൊരാളുടെ കണ്ണിൽ കൂടി നമ്മൾ നോക്കുക. തിരുത്തിയൊരു തെറ്റെന്താ? അങ്ങനെ ഞാൻ തിരുത്താൻ വേണ്ടിയിട്ട് ഞാനൊരു തെറ്റ് അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ പറയുന്നത് മറ്റൊരാളുടെ കണ്ണിൽ നമ്മൾ തോന്നുമ്പോൾ, കാരണം എല്ലാവർക്കും ഇഷ്ടമായ, ഇപ്പോൾ സൂരജിന് ഇഷ്ടമായ ഉത്തരങ്ങളായിരിക്കില്ല എൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത് എന്ന് കരുതി ഞാൻ ഇപ്പോൾ നിങ്ങളെ കണ്ണിലാ എനിക്ക് പൂർണ്ണമായി മാർക്ക് തരണമെന്നില്ല. ആ ആസ്പെക്റ്റിലാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഞാനൊരു തെറ്റ് ചെയ്യാൻ വേണ്ടി തെറ്റ് ചെയ്ത ഒരാളല്ല. മനസ്സിലായി? എൻ്റെ ഭാഗത്ത് തെറ്റുകളുണ്ടാവും, തീർച്ചയായും നമ്മൾ അത് കൂടെ അക്സെപ്റ്റഡ് ആണ്. ഞാൻ ചെയ്യുന്ന എല്ലാം ശരിയൊന്നും ആവണമെന്നില്ല. എൻ്റെ അറിവ് കൊണ്ടുണ്ടാകുന്ന കാര്യങ്ങൾ ചിലപ്പം അത്രയും എനിക്ക് അറിയാവുമായിരിക്കും. ഞാൻ അത് ഡെലിവറി ചെയ്യുമ്പോൾ അത് തെറ്റായി ആയിരിക്കും മറ്റുള്ളവർക്ക് ഉണ്ടാകുന്നത്. എങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം മറ്റൊരാളെ വേദനിപ്പിക്കാതെ എങ്ങനെ ജീവിക്കുക എന്നുള്ളതാണ്. എൻ്റെ സുഖങ്ങൾ കാരണം വേറൊരാൾ വേദനിക്കാൻ പാടില്ല. മനസ്സിലായി? അതാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഈ പുതിയ തലമുറയോട് ഒരുപാട് പറയാനുണ്ട് ഫിറോസിനെന്നറിയാം. അത് തുടരട്ടെ. സിനിമാ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവട്ടെ. നേരത്തിന് ഒരുപാട് നമസ്കാരം.